മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എണീച്ച് നമ്മുടെ സ്കിൻ കെയറും ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം കുടിച്ചു. എന്നിട്ട് ഒരു ചായയും ചെറിയൊരു കപ്പ് കേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും എഴുതാനൊന്നുമില്ല, എന്നാലും നമ്മൾ ഡെയിലി റുട്ടീനായിട്ട് പോകുന്നതാണല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി നല്ല രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ബഡ്ജറ്റ്സിന് ഫുഡ് കൊടുത്തതിന് ശേഷം എനിക്ക് പേർച്ചേസിങ്ങിന് പോകാനുണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെക്കുകയാണ്, മറന്നു പോകാതിരിക്കാൻ. കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്തൊക്കെ വാങ്ങാനുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് എഴുതി വെക്കുകയാണ്. ഒരു കൊറിയർ ഉണ്ടായിരുന്നു, അത് ഓപ്പൺ ചെയ്ത് 2 ആപ്പിളും കഴിച്ച് പിന്നെ പെട്ടെന്ന് റെഡിയായി പുറത്തേക്ക് പോവുകയാണ്. ഞാൻ നേരെ പേർച്ചേസിങ്ങിന് കയറി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗും കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അത് വാങ്ങി അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ എനിക്ക് പ്രിൻ്റ് എടുക്കാനും അതുപോലെ തന്നെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലെത്തി ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എപ്പോഴും കുറച്ച് വാങ്ങുന്നത് കൊണ്ട് പെട്ടെന്ന് തീരുമ്പോൾ പിന്നെ ഇങ്ങനെ വരേണ്ട ആവശ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ സാധനമൊക്കെ വാങ്ങി നേരെ പ്രിൻ്റ് എടുക്കാൻ വന്നു. അങ്ങനെ സാധനമൊക്കെ വാങ്ങി പെട്ടെന്ന് വീട്ടിലേക്ക് പോവുകയാണ്. എന്താ വെച്ചാൽ വീട്ടിൽ പോയിട്ട് ഒരുപാട് പണിയുണ്ട് ചെയ്ത് തീർക്കാൻ. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ അടുക്കാണ് അമ്മ വിളിച്ച് പറയുന്നത് നമ്മളെ ബേബിനെ കാണാൻ പോകാനുണ്ട്, അപ്പോൾ ആൾക്കുള്ള ഡ്രസ്സ് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ കസിൻ്റെ ഡെലിവറി കഴിഞ്ഞ് ആൾക്കുള്ള ഡ്രസ്സ് വാങ്ങാണ് നമ്മളെ ബേബി ബോയ്ക്ക് വേണ്ടിയിട്ട്. ഞാനൊരു ഡ്രസ്സ് എടുത്ത് നേരെ വീട്ടിലെത്തി. അവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ സേവ് ദ ഡേറ്റ് എടുക്കാനുണ്ടായിരുന്നു, അത് ചെയ്തു. 2-3 വർക്ക്സ് പെൻഡിങ്ങിലുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്തു. എന്താ വെച്ചാൽ നാളെ രാവിലേക്ക് കൊടുക്കാനുള്ള വർക്കൊക്കെ ഉണ്ടായിരുന്നു. ആ 2 വർക്ക് ചെയ്തതിൻ്റെ ആണ് ഇപ്പോൾ ഈ ടേബിളിൽ കാണുന്നത്. അങ്ങനെ അതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബേബിനെ കാണാൻ. അപ്പോൾ നമ്മളെ ബേബി ബോയിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി ബേബിനെ കണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുക്കം ഓമശ്ശേരി ഭാഗത്തുനിന്ന് വരുമ്പം ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വയനാട് ചുരമൊക്കെ കയറുമ്പോഴത്തെ ചെറിയൊരു ഫീലൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ നേരെ പിന്നെ വീട്ടിലെത്തി. ഞാൻ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ലായിരുന്നു. പിന്നെ സ്കിൻ കെയർ കഴിഞ്ഞ് പെട്ടെന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.